മാടായി കോളേജ് നിയമന വിവാദത്തിനിടെ എം.കെ. രാഘവൻ എം.പിയുമായി കൂടിക്കാഴ്ച നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എം.കെ. രാഘവൻ പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നും 2 ജില്ലകൾ തമ്മിലുള്ള പ്രശ്നമായി വ്യാഖ്യാനിക്കേണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പിലാത്തറയിലെ കോൺഗ്രസിന്റെ കൊടിമരത്തിൽ എം.കെ. രാഘവൻ എം.പിയെ അനുകൂലിച്ച് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല എം.കെ. രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടുതൽ നേതാക്കൾ ഇതിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി വരികയാണോ? സായി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോഴിക്കോട് എം.പി. എം.കെ. രാഘവനും തമ്മിൽ ഇന്ന് രാമനിലയത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം ഇരുവരും കൂടിക്കാഴ്ച നടത്തി. മാടായി കോളേജിലെ നിയമന വിവാദമടക്കം ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല എം.കെ. രാഘവനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എം.കെ. രാഘവൻ എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മാത്രവുമല്ല, മാടായി കോളേജിലെ നിയമന വിവാദം അത് പാർട്ടി അന്വേഷിക്കുന്നുണ്ട്, അതിൽ പാർട്ടി തീരുമാനമെടുക്കും. ഇത് തികച്ചും സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്ന ചില സൂചനകൾ കൂടി ഈ കൂടിക്കാഴ്ച നൽകുന്നുണ്ട് എന്ന വിലയിരുത്തലും ഉണ്ട്. എന്തായാലും നേരത്തെ കഴിഞ്ഞ വർഷം എം.കെ. രാഘവൻ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ അടക്കം യോഗ്യനാണ് എന്ന് എം.കെ. രാഘവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദം നേരത്തെ തന്നെ നിലവിലുണ്ട്. അതേസമയം മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC രൂക്ഷമായ വിമർശനമാണ് നേരത്തെ എം.കെ. രാഘവനെതിരെ നടത്തിയത്. ഇതിൽ നിയമിച്ച ആളെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് KPCC ഇടപെട്ട് ഒരു ഉപസമിതിയെ നിയോഗിച്ചു. അനുകൂലിച്ച് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. സമവായങ്ങളിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നത് തന്നെയാണ് ഇനി അറിയാനുള്ളത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.